അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 ടിഫിനുണ്ട്. ഇത് യെല്ലോ റൈസാണ്, മഞ്ഞ ചോറ്. അപ്പം അത് കുറച്ച് ബാക്കി വന്നത് അതുകൊണ്ട് ആദ്യം എടുത്തിട്ട്, ഇത് ഇപ്രാവശ്യം ബാസ്മതിയിലല്ല ഉണ്ടാക്കിയത്, ഇച്ചിരി പിക്കിളുണ്ട്, അതും എടുത്തു. ഇത് പൊന്നി റൈസിൽ തന്നെ യെല്ലോ റൈസ് ഉണ്ടാക്കിയാണ്. നമ്മൾ ആദ്യം കടുക് വറുത്ത് മഞ്ഞളൊക്കെ ഇട്ട് ഉള്ളിയിട്ട് വഴറ്റി ചോറിനകത്ത് ഇടുന്നു. പിന്നെ സാലഡാണ്, പിന്നെ നല്ല ചമ്മന്തി. നമുക്ക് പപ്പടവും സാലഡും ഉണ്ടെങ്കിൽ, ഇച്ചിരി പിക്കിളും ഉണ്ടെങ്കിൽ യെല്ലോ റൈസ് കഴിക്കാം. യെല്ലോ റൈസ് അതിനൊന്നും ആവശ്യമില്ല, യെല്ലോ റൈസ് അങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും പിന്നെ ഇപ്പം നാരായണൻ്റെ പാലക്കാടൻ ഫുഡ് എന്താണെന്ന് നോക്കാം. അപ്പം തൈരുണ്ട്, ഇത് ക്യാബേജ് തോരൻ, പിന്നെ സാലഡുണ്ട്, നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ ഇന്ന്. ഇത് പാവയ്ക്ക പുളി എന്നാണ് പറഞ്ഞേക്കുന്നത്. പാവയ്ക്കയും പുളിങ്കറി പാലക്കാടൻ. പിന്നെ പൊന്നിയരിയാണ്. അപ്പോൾ അതെടുക്കാം. അപ്പം അപ്പോൾ ആദ്യം പപ്പടം എടുത്തൊന്ന് പൊടിക്കാം. പപ്പടം എടുത്ത് ഇടുമ്പോൾ തന്നെ മഞ്ഞച്ചോറ് കണ്ടോ, ഈ ചെറിയ റൈസ് ആയാലും മഞ്ഞച്ചോറിന് നല്ലതാണ്, യെല്ലോ റൈസ്. പിന്നെ നാരങ്ങ ഇട്ട് ലെമൺ റൈസും ആക്കാം. പ്രാവശ്യം ലെമൺ റൈസ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്, ലെമൺ ഒഴിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. സാലഡ് എടുത്തു, തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടതാണ്. നല്ല ചമ്മന്തിയും തൈരോട് ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? ഇച്ചിരി പിക്കിളെടുക്കാം. ചമ്മന്തിയും തൈരോട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. യെല്ലോ റൈസിൻ്റെ കൂടെ ആണെന്നൊന്നും പറയാൻ വേണ്ട, ദാ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം യെല്ലോ റൈസ്, പിന്നെ ആ പാവയ്ക്ക പുളി എന്ന് പറഞ്ഞ സാധനം, എനിക്ക് ഒന്നാമതേ പുളി ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചമ്മന്തി